ആലപ്പുഴ ചേർത്തലയിലെ യുവതിയുടെ മരണത്തിൽ ഭർത്താവിനെതിരെ കേസെടുത്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് സോണിക്കെതിരെ കേസെടുത്തത്. 1 മാസത്തോളം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് അബോധാവസ്ഥയിലായിരുന്ന സജി കഴിഞ്ഞ ശനിയാഴ്ചയാണ് മരിച്ചത്. അമ്മയെ അച്ഛൻ കൊലപ്പെടുത്തിയതാണെന്ന മകളുടെ നിർണായക മൊഴിയിൽ സജിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. ഷൈജു വിശദാംശങ്ങൾ നൽകും. ഷൈജു, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടോ? ഈ കുഞ്ഞിൻ്റെ മൊഴി വളരെ പ്രധാനമല്ലേ? അതനുസരിച്ച് പോലീസിന്റെ ഇനിയുള്ള നീക്കങ്ങൾ, അന്വേഷണം ഏത് രീതിയിലായിരിക്കും? ഉച്ചയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത്. അതിന്റെ പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. കാരണം തലയ്ക്ക് ക്ഷതമേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ മരണപ്പെട്ടതുകൊണ്ട് തന്നെ തലയ്ക്കേറ്റ ക്ഷതം മരണകാരണമാണ് എന്ന് ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തലയോട്ടിക്ക് പൊട്ടലേറ്റിട്ടുണ്ടും എന്ന് പറയുന്നുണ്ട്. കുട്ടിയുടെ ഈ മൊഴി വിശ്വസിച്ചുകൊണ്ട് നടത്തിയ ഒരു അന്വേഷണമാണ്. ആ അന്വേഷണത്തിൽ ഇന്നലെയാണ് ഈ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയത്. കുട്ടിയുടെ മൊഴി മാത്രമാണ് ഒരു ബലമായി ഇപ്പോഴും അന്വേഷണ സംഘം പരിഗണിക്കുന്നത്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കുക എന്നതൊരു സാങ്കേതിക പ്രശ്നമുണ്ട് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഗാർഹിക പീഡനം, അതോടൊപ്പം തന്നെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഈ 2 വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേസ് ചാർജ് ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. മറിച്ച് കൊലക്കുറ്റം ചുമത്താൻ തക്ക ഒരു കാരണം ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന പ്രധാനപ്പെട്ട വിവരം. അതുകൊണ്ട് അതനുസരിച്ചുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത്. എന്നാൽ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അവർ തൃപ്തരല്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം അവരെ ബന്ധപ്പെടുമ്പോൾ അവർ സംസാരിക്കാൻ ഇപ്പോൾ സന്നദ്ധമല്ല. അഭിഭാഷകരുമായി കൂടിയാലോചിക്കണം എന്നാണ്. പക്ഷേ നിയമപരമായി ഈ കാര്യത്തെക്കുറിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മരണകാരണം തലയ്ക്ക് ഏറ്റ ക്ഷതം എന്നത് അച്ഛനെ അമ്മയെ തലയ്ക്ക് മുടിക്ക് കുത്തിപ്പിടിച്ച് ഭിത്തിയിൽ ഇടിച്ച് പരിക്കേൽപ്പിച്ചു എന്ന മകളുടെ മൊഴി, ആ മൊഴി മുഖവിലക്കെടുത്ത് മാത്രം ഇങ്ങനൊരു കുറ്റം ചുമത്താൻ കഴിയില്ല എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത്. ഏതായാലും സമ്പൂർണ്ണമായ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരികയോ മറ്റ് ഏതെങ്കിലും നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കൊലക്കുറ്റത്തിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയും അതോടൊപ്പം തന്നെ ഗാർഹിക പീഡനമടക്കമുള്ള കുറ്റം ചുമത്തിക്കൊണ്ടാണ് സോണിക്കെതിരെ കേസെടുത്ത് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ശരി ഷൈജു.